കേരളത്തിലെ കാലാവസ്ഥ ചൂട് പിടിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് രംഗവും ഓരോ ദിവസം കഴിയുന്തോറും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള പുതിയ പുതിയ വിഷയങ്ങൾ ഇപ്പോൾ പൊതുസമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ വളരെ യാദൃശ്ചികമായി പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു സിനിമയുടെ പ്രദർശനം. കേരള സ്റ്റോറി എന്ന പേരിൽ ഉള്ള ഒരു സിനിമ കഴിഞ്ഞ വർഷമാണ് സെൻസർ ബോർഡ് അംഗീകാരം നൽകി പുറത്ത് ഇറക്കിയത്. അത് യഥാർത്ഥത്തിൽ സാങ്കല്പികമായ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. 2-3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സിനിമയാണ് ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പല തരത്തിൽ പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് വസ്തുതാപരമായി ഒരുപാട് പിശകുകളുള്ള ഒരു സിനിമ, ഒരു കലാ ആവിഷ്കാരമാണ് എന്ന ആക്ഷേപം അതേക്കുറിച്ചുണ്ട്. കേരള സമൂഹത്തിൽ ഒരു സമയത്ത് ഉണ്ടായി എന്ന് പറയുന്നതായിട്ടുള്ള മിശ്ര വിവാഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രമേയം എന്നാണ് അതിനെക്കുറിച്ച് ആദ്യമായി കരുതിയിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലുള്ള പെൺകുട്ടികളെ പ്രേമിച്ച് വശീകരിച്ച് മതം മാറ്റി വിവാഹം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ ഭീകര സംഘടനകൾക്ക് ചേർന്ന് പ്രവർത്തിക്കുവാനായി അവസരമുണ്ടാക്കുന്നുവെന്ന് ഉള്ള അതിഭീകരമായ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഷയത്തെയാണ് അത് പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്നതായ പല വസ്തുതകളും യാഥാർത്ഥ്യവുമായി ഒരിക്കലും നിരക്കുന്നതല്ല എന്ന് കണ്ട ആളുകൾ പലതവണയായി വിലയിരുത്തിയിട്ടുണ്ട്. അത് ഒരളവ് വരെ കേരളത്തെ ഇകഴ്ത്തി കാട്ടുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും പലക്കെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ജനപ്രീതിയൊന്നും നേടിയ ഒരു സിനിമയല്ലെങ്കിലും അതിനകത്ത് ചില രാഷ്ട്രീയ അംശങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിലുള്ളതായ പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ ബോധപൂർവം പ്രേമിച്ച് പ്രണയിച്ച് മതം മാറ്റി വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന അതിനെയാണ് ലവ് ജിഹാദ് എന്ന പേരിൽ ഇവിടെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നതും പരാമർശിച്ചുകൊണ്ടിരിക്കുന്നതും. ആ തരത്തിലുള്ള ഒരു മതസ്വാധീനം ചില സമുദായങ്ങളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകമായ സമുദായത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സിനിമ വളരെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിലും ഈ അടുത്ത സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക വിഭാഗമായ ദൂരദർശൻ ഒരാഴ്ചയ്ക്ക് മുൻപ് ഇത് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സമൂഹത്തെ മനഃപൂർവ്വമായി കരുതേച്ച് കാണിക്കുന്നതിനായി ബോധപൂർവമായിട്ടാണ് അതിപ്പോൾ വീണ്ടും പൊതുരംഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് കടുത്ത ആക്ഷേപം. അതിനെ സംബന്ധിച്ച് വലിയ വിവാദമൊന്നുമില്ലാതെ ശാന്തമായിരുന്ന ഒരു സന്ദർഭത്തിലാണ് റോമൻ കത്തോലിക്ക സഭയിലെ ഇടുക്കി രൂപത ഈ സിനിമ അവിടെയുള്ള ചെറിയ വിദ്യാർത്ഥികളുടെ ഇടയിൽ വേദ അഭ്യാസനത്തിന്റെ ഇടയിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളുടെ മനസ്സിൽ ചില അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ സ്ഥാപിച്ചെടുക്കാനായി ശ്രമിച്ചത്. അത് സംഘടിപ്പിച്ച അവിടുത്തെ ചില വൈദികർ പറയുന്നത് ഈ തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ട് ക്രൈസ്തവ സഭയിലുള്ള ചെറുപ്പക്കാർ വളരെ സൂക്ഷിക്കണം, ഈ തരത്തിലുള്ള കെണികളിലൊന്നും പെടരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അത് പ്രദർശിപ്പിച്ചത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ വളരെ വിചിത്രം എന്ന് പറയട്ടെ, ഈ സിനിമ തന്നെ സഭയുടെ പൊതുവായ നിലപാട് അനുസരിച്ചല്ല പ്രദർശിപ്പിച്ചത്. സിറോ മലബാർ സഭയ്ക്ക് അങ്ങനെ ഒരു പൊതു നിലപാട് ഈ വിഷയത്തിൽ ഇല്ല.
സഭ ആ തരത്തിലൊരു വ്യക്തമായ നിലപാടോ ആക്ഷേപകരമായിട്ടുള്ള പരാമർശമോ നടത്താൻ ആഗ്രഹിക്കുന്ന സഭയല്ല എന്ന് തന്നെ സഭയിൽപ്പെട്ട മറ്റ് പല രൂപതകളും ഇതിനോട് അകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തലശ്ശേരി, താമരശ്ശേരി തുടങ്ങിയതായിട്ടുള്ള ചില രൂപതകളിലും ഇത് പ്രദർശിപ്പിക്കണമെന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുമുള്ള തരത്തിൽ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. എന്തായാലും ഇത് സതുദ്ദേശത്തോടു കൂടിയല്ല സിറോ മലബാർ സഭയുടെ ഒരു ചെറിയ രൂപത ഇത് കുട്ടികളുടെ ഇടയിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥ സംഗതി. ഈ സിനിമയിൽ ഒരിടത്ത് പറയുന്നത് 32,000-ഓളം ആളുകളെ ഈ തരത്തിൽ മതം മാറ്റി അല്ലെങ്കിൽ പ്രേമത്തിലൂടെ മതം മാറ്റി വിവാഹം കഴിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ഭീകര സംഘടനകൾക്ക് IS പോലുള്ള ഭീകര സംഘടനകളിൽ പ്രവർത്തിക്കാൻ ഇടമൊരുക്കിയത് എന്നാണ്. എന്നാൽ ഈ സംഖ്യ ഊതിപ്പെരുപ്പിച്ചതാണ്, വസ്തുതയുമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്ന ആക്ഷേപം വന്നപ്പോൾ അവർ തന്നെ 32,000-ൽ നിന്ന് നേരെ 3 കുറഞ്ഞ് സംഖ്യ അവർ മാറ്റി അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 11 കേസുകൾ മാത്രമാണ് ഈ തരത്തിൽ നിർബന്ധിത വിവാഹത്തിനോ അല്ലെങ്കിൽ പ്രണയ വിവാഹത്തിനോ വഴിയായിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയുണ്ടായി. പ്രണയവിവാഹം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും ഒന്നും ആരംഭിക്കുന്നതല്ല. അതൊന്നും പ്രത്യേകമായ ഒരു ലക്ഷ്യമൊന്നുമല്ല. മതമോ സമുദായമോ നോക്കാതെ പെൺകുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഉള്ള ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും സഭയുമായോ മതവുമായോ സമുദായവുമായോ കൂട്ടിക്കെട്ടുന്നത് അശാസ്ത്രീയമാണ്, ഒരിക്കലും ഗൗരവമായി കണക്കിലെടുക്കാവുന്നതുമല്ല. എന്നാൽ അതിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതൊരു സമുദായത്തെ ഇകഴ്ത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു ഭാവനാ സൃഷ്ടിയാണ് എന്നാണ് ഇപ്പോൾ കാണുന്നത്. അവർ തന്നെ ഇതിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ധൈര്യമായി പറയുവാൻ ഇതിന്റെ നിർമ്മാതാക്കളോ സംവിധായകരോ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ സിറോ മലബാർ സഭയിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് ഭിന്ന അഭിപ്രായമുണ്ട്. ഈ തരുണത്തിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് സംഘപരിവാറിന്റെയും RSSന്റെയും BJPയുടെയും കെണിയിൽ സഭയിലെ ഒരു രൂപത പെട്ടതാണ് എന്ന് ആക്ഷേപം വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും സഭയുടെ ഔദ്യോഗിക നിലപാടല്ല എന്നുള്ള കാര്യം ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടത്തിൽ പറയേണ്ടത് സിറോ മലബാർ സഭ മാത്രമല്ല, കേരളത്തിൽ പ്രബലമായ മറ്റ് സഭകളും ഉണ്ട്. അവരാരും തന്നെ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു അമിതമായ താല്പര്യം കാട്ടിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മാർത്തോമ സഭ, CSI സഭ, പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ, ഇങ്ങനെ നിരവധി സഭകളിലായി ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ സഭകളിൽ ഒരിടത്തും തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കുകയോ ഇതിനെ വാഴ്ത്തിപ്പാടുകയോ ചെയ്തിട്ടില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കൂട്ടം ആളുകൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഈ തരത്തിലുള്ള പ്രവണതയിൽ ഏർപ്പെട്ടതിന്റെ പിന്നിൽ ദുഷ്ടലാക്കുണ്ട്, ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനായി സാധിക്കുകയില്ല. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഇത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ സഭയുടെ ഒരു നിലപാടല്ല ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. ഒരു മതത്തെയും ഇകഴ്ത്തി കാട്ടിക്കൊണ്ട് മതസൗഹാർദ്ദം നഷ്ടപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്കും ക്രൈസ്തവ സഭകളിൽ ഒന്നും തന്നെ പോവുകയില്ല. ഇത് ഒരു ചൂണ്ടയിൽ ഇവർ പെട്ടുപോയതാണ്, അകപ്പെട്ടു പോയതാണ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എളുപ്പം. അതിനോട് ചേർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നതായ ഒരു വസ്തുത. ഇതിനെതിരായി തന്നെ സിറോ മലബാർ സഭയിൽ മറ്റു ചില രൂപതകളിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് മണിപ്പൂർ പോലെയുള്ള പ്രദേശത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ചില ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടാകത്തക്ക രീതിയിലാണ് സിറോ മലബാർ സഭയിലെ രൂപതകൾ തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത്, ഇപ്പോൾ ഈ സിനിമ പ്രദർശിപ്പിച്ച് എന്തെങ്കിലും കയ്യടി നേടാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ
ദുരുദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെ മുൻകൈയെടുത്തിരിക്കുന്ന ആളുകൾ സംഘപരിവാറിന്റെയും RSSന്റെയും BJPയുടെയും ഉപകരണങ്ങളായി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇത് സിറോ മലബാർ സഭയുടെ ഒരു നിലപാടല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. സിറോ മലബാർ സഭയിൽ തന്നെ മറ്റു ചില ഇടങ്ങളിൽ മണിപ്പൂർ വിഷയം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള വസ്തുത കാട്ടുമ്പോൾ ഇത് മുസ്ലിം സമുദായത്തെയോ ക്രൈസ്തവ സമുദായത്തെയോ ലക്ഷ്യമാക്കിക്കൊണ്ട് ബോധപൂർവം ചെയ്യുന്ന ഒരു സംഗതിയാണെന്നുള്ള ഈ ഭാവനാ സൃഷ്ടി അടിസ്ഥാനവും വിലയും ഇല്ലാതായി പോകുന്നു. മൂന്നാമത്തെ പ്രധാന കാര്യം, ഇത് പ്രദർശിപ്പിക്കാൻ തെരഞ്ഞെടുത്ത സമയത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തെ ഇകഴ്ത്തി കാട്ടിക്കൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായി മറ്റു സമുദായങ്ങൾ മുന്നോട്ട് വരുന്നത് ഒരിക്കലും അഭിലഷണീയമല്ല. മതസൗഹാർദ്ദം വളരെ ആഴമുള്ള വേരുകളുള്ള ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ തരത്തിൽ ഏത് സഭയായാലും അല്ലെങ്കിൽ ഏത് സഭയിലെ ഏത് വിഭാഗമായാലും മുന്നോട്ട് വരുന്നത് വളരെ അപലപനീയമാണ്, തരം താണതാണ്, വില കുറഞ്ഞതാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ തരം സിനിമകൾ പ്രദർശിപ്പിക്കാൻ ആരെങ്കിലും മുൻകൈയെടുത്താൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ശുദ്ധിയുള്ളതല്ല. ഇത് സമുദായങ്ങളെയും സഭകൾക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പരസ്പരം ഏറ്റുമുട്ടുന്നതിനും വർഗീയ സംഘടനകൾക്കും വർഗീയ ധ്രുവീകരണത്തിനും ഇടയാക്കും എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഏതായാലും മറ്റ് സഭകൾ, ഈ പറയുന്ന സിറോ മലബാർ സഭയൊഴിച്ചുള്ള ഒരു സഭയും കേരളത്തിൽ ഈ പറയുന്ന പ്രദർശനം ഇപ്പോൾ നടത്തിയതിനെ അനുകൂലിക്കുന്നില്ല. അതിന്റെ സമയം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം ശുദ്ധിയുള്ളതല്ല എന്ന് എല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ പരിപാടി കുറച്ചു നാളത്തേക്കെങ്കിലും, കുറഞ്ഞ പക്ഷം ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെയെങ്കിലും നിർത്തിവെക്കാൻ ഉള്ള ഒരു ജാഗ്രതയും അതിനുള്ള ബുദ്ധിയും വിവേകവും ഇതിന് മുൻകൈയെടുത്തിരിക്കുന്ന ആളുകൾ കാണിക്കണം എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ആ ബുദ്ധി അവർക്കുണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ.